നമസ്കാരം. പ്രദക്ഷിണം ഡോക്യുമെൻ്ററിയുടെ ഭാഗമായുള്ള പ്രദക്ഷിണം അറ്റ് 5:30 എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സമൂഹത്തിലെ വിശ്വാസങ്ങളെപ്പറ്റിയും വിശ്വാസങ്ങളിലെ അനാചാരങ്ങളെപ്പറ്റിയും പ്രതിപാദിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് എന്താണ് നമ്മളുടെ പരേതാത്മാക്കളുടെ വേർപാട്, പ്രേതങ്ങളുടെ വേർപാട് എന്തൊക്കെയാണ്, ഈ പ്രേതം ആത്മാവ് എന്നതൊന്നുണ്ടോ, എന്താണ് ഈ വേർപാട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ആത്മാക്കൾക്ക് നമ്മൾ വേർപാട് ചെയ്യുന്നതിൽ കൂടെ, അതായത് നമ്മളെ മേൽശാന്തിമാരും തന്തിമാരൊക്കെ ഇരുന്ന് ഈ വേർപാട് ചെയ്യുന്ന നമ്മുടെ ആത്മാക്ക് വേർപാട് ചെയ്യുന്നതിൽ കൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, പ്രേതങ്ങളുടെ വേർപാട് ചെയ്യുന്നതിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, മനുഷ്യൻ്റെ ആയുസ് എത്രയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആയുസ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറ്റിയുള്ളൊരു ആണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ പ്രതിപാദിക്കുന്നതും ചർച്ച ചെയ്യുന്നതും. അതിൽ നിന്ന് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ രാസവസ്തുക്കളുടെയും മറ്റു പല ബ്രാൻഡഡ് കമ്പനികളുടെയും അല്ലാതെയും എന്നുള്ള ചാത്തൻ കമ്പനികളുടെയും, അതായത് ലോക്കൽ കമ്പനികളുടെയും ഒക്കെ ഈ അതിപ്രസരത്തിൽ നമുക്ക് ഭക്ഷണ വിഭവങ്ങളൊക്കെ തന്നെ ഇന്ന് മത്സരിച്ച് മാർക്കറ്റിലും സൂപ്പർ മാർക്കറ്റിലും ഒക്കെ എത്തുന്നൊരു സമയമാണ്. പണ്ടൊക്കെ ചിക്കൻ നമ്മൾ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അത് പോയിട്ട് നമ്മൾ ഷോപ്പിൽ പോയിട്ട് വാങ്ങുന്നുണ്ടെങ്കിലും, കടയിൽ പോയി വാങ്ങുന്നുണ്ടെങ്കിൽ ഇന്നൊക്കെ റോസ്റ്റഡായിട്ടും അതുപോലെ തന്നെ നമ്മൾ ഫ്രീസറിലൊക്കെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ആ രീതിയിലുള്ള കെമിക്കലൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ പല സ്ഥലത്തും നമുക്ക് ചിക്കനും, അതേപോലെ തന്നെ കാർഷിക വിഭവങ്ങളാണെങ്കിൽ തന്നെ ഇന്ന് മരുന്നടിക്കാത്ത ഒരു കാർഷിക വിഭവങ്ങളും ഇല്ല. കർഷകർ പറയുന്നത് ഞങ്ങൾക്ക് രക്ഷയില്ല, ഞങ്ങൾക്ക് ഇതിൻ്റെ മുകളിലുള്ള നശിച്ചു പോവും, അത് കൃഷി നശിച്ചു പോകുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ചീരയിലൊക്കെ ചില സ്ഥലത്തൊക്കെ ഒരു പഞ്ചായത്തിൽ, ഞാൻ അറിയുന്ന ഒരു പഞ്ചായത്തിൽ ചീരയിൽ നമുക്ക് അങ്ങനത്തെ കാർഷിക വിഭവങ്ങളിലും മുഴുവൻ തന്നെ കെമിക്കൽ ഉപയോഗിക്കുകയായിരുന്നു, രാസവളം. ഇന്നിപ്പോൾ ആ ഗ്രാമത്തിൽ, ആ ഒരു പഞ്ചായത്തിൽ അനവധി ആളുകൾ ക്യാൻസർ പേഷ്യൻ്റാണ്. പിന്നെ നിങ്ങൾക്ക് കാണാം, ചില ചീരയൊക്കെ നിങ്ങൾക്ക് കൊണ്ടു തന്നു കഴിഞ്ഞാൽ ചീരേൻ്റെ മുകളിൽ ഒരു ഓട്ട പോലും ഉണ്ടാവില്ല, ചീരേൻ്റെ ഇലേൻ്റെ മുകളിൽ ഒരു ദ്വാരം ഒന്നും കാണൂല നിങ്ങൾക്ക്. അത് അങ്ങനെയുള്ള ചീരയിൽ എന്ത് ചെയ്യും, കെമിക്കൽ ഉപയോഗിച്ചിട്ടുണ്ടാവും, രാസവളം ഉപയോഗിച്ചിട്ടുണ്ടാവും. ഈ പുഴു തിന്നിട്ടുള്ള ചീരയാണെങ്കിൽ നമുക്ക് വിശ്വസിച്ച് വാങ്ങാം. അപ്പം അതുപോലെ തന്നെ ഇന്ന് ഫാസ്റ്റ് ഫുഡ് സംസ്കാരവും ഒക്കെ വന്നുകൊണ്ട് പല ആളുകളൊന്നും അനവധി ആളുകൾ മരിക്കുന്നത് ക്യാൻസറായിട്ടും അതേപോലെ തന്നെ കാർഡിയാക്ക് പോലുള്ള അസുഖങ്ങളൊക്കെ ബാധിച്ചിട്ടാണ്, അറ്റാക്ക് പോലുള്ള അസുഖങ്ങളൊക്കെ വന്നിട്ടും ബ്ലോക്ക് വന്നിട്ടൊക്കെയാണ് അനവധി ആളുകൾ മരിക്കുന്നത്. പണ്ടുള്ള ആളുകൾ കാർഷിക വിഭവങ്ങളും ചേന, ചേമ്പ്, കാച്ചിൽ, അങ്ങനെ പിന്നെ എൻ്റെ അമ്മച്ചൻ്റെ ഒക്കെ ഉള്ള കാലത്ത് നമ്മൾ കാണുന്നതാണ്. ഈ വാഴക്കുലകൾ ഒക്കെ തന്നെ ചന്തകൾ കൊണ്ടുപോയി വിൽക്കുന്നതും ആ ചന്തയിലേക്ക് നടക്കുകയാണ് ചെയ്യുക. ഈ ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത കൃഷി ഇറക്കേണ്ട സമയമായി, അതിൻ്റെ വിത്ത്, അതിൻ്റെ പിന്നെ തടം കൂട്ടൽ, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ടാണ് പണ്ടുള്ള നമ്മളെ ഗുരുകാരണന്മാരൊക്കെ തന്നെ നിന്നിരുന്നത്. എൻ്റെ അമ്മച്ചനൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, അമ്മച്ചനൊക്കെ കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് മറ്റുള്ള തടം കൂട്ടും. കൃഷി 1 ഏക്കർ 2 ഏക്കർ സ്ഥലങ്ങളുണ്ടെങ്കിൽ ആ സ്ഥലത്ത് മുഴുവനും അതാക്കും. അപ്പോൾ അടുത്ത മഴക്കാലം വരുമ്പോഴേക്ക് തന്നെ ഈ ചേന നട്ട് കഴിഞ്ഞാൽ ചേന പൊന്തി വരും. അത് അങ്ങനത്തെ ഒക്കെ ഒരു സിസ്റ്റമാറ്റിക് ആയിരുന്നു അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ആ ഒരു സ്ഥിതിവിശേഷമല്ല. നമ്മളെല്ലാവരും ആർക്കും ഒന്നും ചെയ്യാൻ സമയമില്ല. എല്ലാം നമുക്കിന്ന് എസ്കലേറ്റർ കയറിയിട്ട് നമ്മൾ ലിഫ്റ്റ് സംവിധാനങ്ങളും മറ്റുമൊക്കെ ഒരു പണിയും നമുക്ക് എടുക്കാതെ എങ്ങനെ ജീവിക്കുക എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ആലോചിക്കുന്നത്. പലരും കാറിന്ന് ഇറങ്ങാറില്ല. ഒരു കടയിൽ പോയിട്ട് ഒരു സാധനം മേടിച്ചുകൊണ്ട് വരുന്നത് തന്നെ നമ്മൾ കാറെടുത്ത് പോകുന്നൊരു സംസ്കാരത്തിലേക്ക്, നമ്മൾ പാശ്ചാത്യ സംസ്കാരത്തെ അനുകരിച്ച് പോയിട്ട് നമ്മൾ അവിടെ എത്തിപ്പോയി. പക്ഷേ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്കൊരു 65 വയസ്സ് വരെ ഒന്നും ഇപ്പോൾ എന്തുള്ളൂ, മാക്സിമം ഒരാൾക്ക് ഒരു 60-65 വയസ്സ് വരെ ഒന്ന് ആയുസ് കിട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് വരാം. ഞാനത് കൂടെ പ്രതിപാദിച്ച് പറഞ്ഞു എന്നുള്ളൂ. പക്ഷേ നമ്മൾ ഇങ്ങനെയൊക്കെ നമ്മൾ മത്സരിച്ച് അതിൻ്റെ ഇടയിൽ നമുക്ക് ആളുകളായിട്ട് ഒരു പിടി മണ്ണിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ 4 ഫുട്ട് വടിയിന് വേണ്ടി തർക്കം ഉണ്ടാക്കണം. അതല്ലെങ്കിൽ നമുക്ക് പിന്നെ ഏതെങ്കിലും മത്സര ബുദ്ധിയാൽ നമുക്ക് തർക്കങ്ങൾ ഉണ്ടാക്കണം. അതേപോലെ തന്നെ നമുക്ക് പല ഭീഷണി ഇങ്ങനത്തെ പല കാര്യങ്ങൾക്കും നമുക്ക് തർക്കവും ഇങ്ങനത്തെ മത്സരവും മറ്റേ കുശുമ്പും മറ്റുള്ള എല്ലാ ഒക്കെ നമ്മൾ വെച്ചിട്ടാണ് നമ്മൾ ഈ 60 കൊല്ലം നമുക്കതൊക്കെ ചെയ്ത് തീർക്കണം. ഒരു മനുഷ്യായുസ്സിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതൊക്കെ ചെയ്ത് അവസാനം ശ്വാസം വലിക്കുന്നവരാണ്. ഇതൊന്നും വേണ്ടിയില്ല, ഇനി ഞാൻ എല്ലാ നന്മ കാര്യം മാത്രം ചെയ്താൽ മതി എന്ന് മാത്രം മനസ്സിലേക്ക് ഓടി വരിക. നമ്മൾ മരിക്കുന്ന സമയത്ത്, നമ്മൾ മരിക്കാൻ പോണ സമയത്ത് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ റിവൈൻഡ് ആയിട്ട് വരും.
നമുക്ക് നമ്മളെ ഉത്ബോധങ്ങളിലേക്കൊക്കെ വരും. അതൊരു ഒരു സ്വാമിജി ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ ഈ ലോകത്ത് ചെയ്തോ ആ കാര്യങ്ങൾ തുടക്കം മുതൽക്ക് നിങ്ങളുടെ മനസ്സിൽ ഒറ്റയടിക്ക് റിവൈൻഡ് അടിക്കും. ആ റിവൈൻഡ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് ശരീരം മുഴുവൻ വേദന ആയിരിക്കും ഉണ്ടാകുക. അതങ്ങനെ ചിലർ പറയല്ലേ, ഞാൻ മരിച്ച് ജീവിച്ചു വന്നാണ്, ഞാൻ എന്തൊക്കെയോ കണ്ടിട്ടുണ്ട്, ഞാൻ മരിക്കാൻ പോവാന്ന് വരെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പം നമ്മൾ സമൂഹത്തിൽ നന്മ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളെ പറ്റി ആരെങ്കിലും നല്ല വാക്ക് പറയുകയുള്ളൂ, നമ്മളെ പറ്റിയിട്ട് പിന്നെ നമ്മളെ ആരെങ്കിലും ഒന്ന് ഓർമ്മിക്കുക പോലുള്ളൂ. അപ്പോൾ അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഉള്ളിലുള്ള ആത്മാവ് വെളിച്ചം പോയി. അങ്ങനെ വെളിച്ചം പോകുന്ന സമയത്ത് നമ്മൾ ഹിന്ദു വീടുകളിലൊക്കെ തന്നെ നമ്മളൊരു തെക്കോട്ടൊരു തിരിയിട്ട് കത്തിക്കുന്നത് കാണാം. നമ്മുടെ ഉള്ളിലുള്ള പ്രകാശം പോയി, ആ പ്രകാശം പുറത്താണ് നമ്മൾ പ്രകാശം കത്തിക്കുന്നത്. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ഞാൻ പറയുന്നത് തന്ത്രിമാരോടും മറ്റൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഉള്ള കാര്യങ്ങളാണ്. സ്വാമിജിമാരോടൊക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ട് അറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മളെ ബോഡിയിൽ നിന്ന് അപ്പം തന്നെ നിങ്ങൾക്ക് കാണാം, നിങ്ങളെ ബോഡിയിൽ നിന്ന് അപ്പം വരലൊന്നും ഇങ്ങോട്ട് നിങ്ങളെ ജീവൻ അങ്ങ് പോയി വരുന്നത് കാണാം. പോയി വരുന്ന സമയത്ത് തന്നെ അത് നമുക്ക് കാണാൻ കഴിയില്ലാത്ത കാലിനിങ്ങനെ തണുപ്പ് വരുന്നത് കാണാം. ഇങ്ങനെയൊക്കെ നിങ്ങൾ മരിച്ച പോലെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. കാലിൻ്റെ മുകളിൽ തണുപ്പ് തുടങ്ങും. നമുക്ക് ജീവനുണ്ടെങ്കിൽ കാലിൻ്റെ അടിക്ക് ചൂടായിരിക്കും. മരിച്ചു കഴിയുമ്പോൾ കാലിൻ്റെ അപ്പം വരലെന്ന് മുതൽക്കും ഇങ്ങോട്ട് തണുപ്പ് തുടങ്ങും. അങ്ങനെ നമ്മളൊരാൾ മരിച്ചു കഴിഞ്ഞ് നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാലും നമ്മൾ അയാളെ ചിതയിലേക്ക് എടുക്കുന്നതിന് മുമ്പേ തന്നെ നമ്മളെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പെട്ടെന്ന് ആ ചുറ്റുവട്ടത്ത് തന്നെ ആ ആത്മാവ് ഉണ്ടാവും. ആത്മാവ് പെട്ടെന്ന് ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് ആത്മാവ് പെട്ടെന്ന് ഇവിടുന്ന് ഓടിക്കളയൊന്നുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ നിന്ന് അവരെ ആ ഭാര്യമാരാണെങ്കിൽ മറ്റുള്ള ആളുകളാണെങ്കിൽ കുടുംബാംഗങ്ങളോടൊക്കെ നിങ്ങൾ നാമജപമാണ് വേണ്ടത്, നാമജപം ജപിക്കാൻ പറയും. അങ്ങനെ ജപിക്കാൻ പറയുന്നത് കേൾക്കാം. അപ്പം നമ്മളെ ദേഹം വിട്ടുപോയിരിക്കുന്ന ഈ ആത്മാവിന് എപ്പോഴും മനസ്സിൽ വളരെ വിഷമം തന്നെയായിരിക്കും. ഈ ലോകത്തോട് വിട പറയാൻ ഒരാളും ഇഷ്ടപ്പെടില്ല. ഈ ലോകത്തോട് പെട്ടെന്ന് വിട പറഞ്ഞു പോകണം, എനിക്ക് ഇത്ര ജീവിതം മതി, എനിക്ക് 60 വയസ്സുള്ള ജീവിതം, പിന്നിക്ക് ജീവിതം വേണ്ട, അങ്ങനെയൊന്നും ആഗ്രഹിക്കില്ല. കൂടുതൽ എത്ര കാലം ജീവിക്കാൻ പറ്റുമോ അത്ര കാലം നമുക്ക് ഇവിടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഇനി ഡോക്ടർമാരാണെങ്കിൽ തന്നെ ഒരിത്തിരി ജീവൻ ഉണ്ടെങ്കിൽ ആ ജീവൻ വെപ്പിച്ച് അയാളെ രക്ഷപ്പെടുത്താനാണ് നോക്കുള്ളൂ. കാരണം അയാളെ പെട്ടെന്ന് മരിക്കാനൊന്നും അവരനുവദിക്കില്ല. അപ്പം നമ്മളെ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു നമ്മളെ ദേഹം വിട്ടുപോയിട്ടുള്ള ആത്മാവ് ആ ചുറ്റുപാലത്തിൽ തന്നെ ഉണ്ടാവും. അയാൾ ഇതൊക്കെ കാണുന്നുണ്ടാവും. ആ ആത്മാവ് നമ്മളെ കാര്യങ്ങൾ അപ്പം നമ്മളെ ആ ആത്മാവിന് തന്നെ ശാന്തി ലഭിക്കണമെന്നുണ്ടെങ്കിൽ, ആ ആത്മാവ് സ്വർഗ്ഗലോകത്തെത്തണമെങ്കിലോ ആത്മാവിന് മനഃശാന്തിയോട് കൂടിയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മളെ കുടുംബങ്ങളൊക്കെ അദ്ദേഹത്തെ വിളിച്ച് കരയുന്ന സമയത്ത് ആ ആത്മാവിനും വളരെയധികം പ്രയാസങ്ങൾ അനുഭവപ്പെടും. അദ്ദേഹത്തിന് ആ ആത്മാവിന് ശാന്തി ലഭിക്കില്ല എന്നാണ് പറയാം. ശാന്തി ലഭിക്കാൻ ആ ആത്മാവിന് അത്രയും വിഷമങ്ങളുണ്ടാവും. നിങ്ങൾ ഈ പുലകുളിയുടെ സമയത്തൊക്കെ നിങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പൂജയൊക്കെ ചിലർ വീട്ടിൽ വെച്ച് നടത്തുന്നത് കാണാം. ഈ പൂജയൊക്കെ വെച്ച് നടത്തുന്ന സമയത്ത് അങ്ങനെ പൂജ ചെയ്യുന്ന സമയത്ത് ആ പൂജാരി നിങ്ങളോട് പറയുന്നത് കേൾക്കാം. ആ സദസ്സ് കുത്തിരുന്നിട്ട് ആ പൂജാ സമയത്ത് അദ്ദേഹം പറയും, നിങ്ങളെ ഈ ആത്മാവിന് വളരെയധികം വിഷമമുണ്ട് മനസ്സിൽ, നിങ്ങൾ വളരെയധികം വിഷമത്തോടെയാണ് ഇരിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പോൾ നമ്മൾ അത്രത്തോളം വീട്ടിൽ വളരെ ബുദ്ധിമുട്ടും വളരെ ഒച്ചയും വിളിയും ഒക്കെ പ്രശ്നങ്ങളുണ്ടാകും. വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും അദ്ദേഹത്തിൻ്റെ വേർപാട്. അതുകൊണ്ട് കുടുംബാംഗങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അങ്ങനെ ആയിപ്പോവും. ആ ഒരു സാഹചര്യം അങ്ങനെ ആയിപ്പോകുന്നതാണ്. അപ്പം നമ്മളത് എങ്ങനെയാണ് അതിന് വേർപാട് നമ്മൾ കർമ്മം ഇപ്പം അങ്ങനെയൊക്കെ വന്നപ്പോൾ സമയത്ത് നമ്മൾ ഒരു മനഃശാന്തിയും ആ ആത്മാവിന് ശാന്തി ലഭിക്കാൻ വേണ്ടിയിട്ട് അവരാണെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങളായ അദ്ദേഹത്തിന് ശാന്തി ലഭിക്കാൻ, ആ ആത്മാവിന് ശാന്തി ലഭിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളെന്താ ചെയ്യുക വെച്ചാൽ ആത്മാവിന് ശാന്തി ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു നമ്മളിപ്പോൾ ചില ആൾക്കാർക്ക് ഒരു സംശയമുണ്ട്. ചില ആൾക്കാരൊക്കെ പറയുന്നത് ഈ ആത്മാവിന് ശാന്തി വയ്ക്കാൻ തിരുമേനിമാരൊക്കെ പാടെ ഒരു കലം കൊണ്ടുവന്ന് ഒരു കലത്തിൽ കൊണ്ടുവന്നിട്ട് എന്താ പറയുക ഒരു കുടം കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഈ നൂലൊക്കെ കെട്ടിയിട്ട് അതിലേക്ക് ഈ ആത്മാവിനെ പിടിച്ചിട്ട് അതിലിട്ട് മുറുക്കി കെട്ടി
അങ്ങനെ ഓലൊക്കെ പാടെ കൊണ്ടുപോയി വയനാട് ചുരത്തിൻ്റെ മുകളിലെത്തിയ സമയത്ത് ആത്മാവ് ചാടിപ്പോയി. അങ്ങനെ ആത്മാവ് പിന്നെ തിരുമേനി പറഞ്ഞ് ആത്മാവ് ചാടിപ്പോയി. ആ ആത്മാവ് ചാടിപ്പോയപ്പോൾ പിന്നെയും ആത്മാവിനെ പിടിക്കാൻ വേണ്ടി നാട്ടിൽ തന്നെ വന്ന് വീട്ടിൽ തറവാട്ടിൽ വന്ന് അങ്ങനെ ആത്മാവിനെ പിന്നെയും പിടിക്കാൻ പോകാൻ നടന്ന് ആവാഹിക്കാൻ നടന്ന് അങ്ങനെ ആവാഹിച്ചിട്ട് പിന്നെയും അതിലിടാം. അങ്ങ് ഇതൊന്നും ശരിയല്ല. ഒരാത്മാവും ഒരു കൂടത്തുനിന്നും ചാടിപ്പോവില്ല. ഇതൊക്കെ വളരെയധികം തെറ്റുള്ളൊരു കാര്യമാണ്. ഇതൊക്കെ വളരെ തെറ്റായ രീതികൾ പറഞ്ഞു വരുത്തുന്നതാണ്. ഇങ്ങനെയൊന്നുമല്ല. വയനാട്ടിലെ ചുരത്തിൻ്റെ മുകളിൽ നിന്ന് നിങ്ങൾ വീട്ടിൽ നിന്ന് ആവാഹന കഴിച്ചു കൊണ്ടുപോകുന്ന കുടത്തിലേക്ക് ആവാഹിച്ച് വെച്ചിട്ട് ആ ആത്മാവിനെ കുടത്തിൽ ആവാഹിച്ചിട്ട് അത് ആ ആത്മാവ് വയനാട് ചുരത്തിൻ്റെ മുകളിൽ ചാടിപ്പോയി എന്നൊക്കെ പറയുന്ന സമയത്ത് ഇതൊക്കെ വലിയ വലിയ അന്ധവിശ്വാസങ്ങളാണ്. നമ്മൾ ചില പല ആൾക്കാർക്കും തെറ്റിദ്ധരിക്കുന്നത് ആത്മാവ് ചാടിപ്പോവുക, 5 ആത്മാക്കളെ കൊണ്ടുപോകുമ്പോൾ ഒരാത്മാവ് ചാടിപ്പോയിക്കാഞ്ഞ്, കുറേ ആത്മാക്കളുണ്ടായിരുന്നു, അച്ചച്ചനുണ്ടായിരുന്നു, അച്ചച്ചൻ ചാടിപ്പോയിക്കാഞ്ഞ്, അച്ചച്ചന് പോരാൻ കഴിഞ്ഞില്ല, അച്ചച്ചൻ ചാടിപ്പോയിക്കാഞ്ഞ്, ഇങ്ങനെയൊക്കെ പറയാം. വയനാട് ചുരത്തിലെത്തിയപ്പോഴേക്ക് ചാടിപ്പോയിക്കാഞ്ഞ്. അപ്പോൾ മേൽശാന്തി പറഞ്ഞു ഇതിലൊരാൾ ചാടിപ്പോയിക്കുന്നത് നിങ്ങൾ അച്ചച്ചനായിരിക്കുന്ന ആൾ. ഇതൊക്കെ വളരെ ശുദ്ധ വിഡ്ഢിതരാണ്. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന വലിയ തോതിലുള്ള അനാചാരങ്ങളാണ്. വലിയ തോതിച്ചാൽ നമ്മളൊക്കെ പമ്പര വിഡ്ഢികളാണ് അക്കാര്യത്തിൽ. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പമ്പര വിഡ്ഢികളാണ്. നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ആ ആത്മാവിന് നമ്മളെന്താ ചെയ്യുന്നത്? നമ്മളെ ദേഹം വിട്ടുപോയിരിക്കുന്ന ആ ആത്മാവ് നമ്മൾ ഈ ലോകത്ത് തന്നെ ഉണ്ടാവും എന്ന് വിശ്വസിക്കുക. വിശ്വാസമുള്ളവർ അങ്ങനെ വിശ്വസിക്കുന്ന സമയത്ത് ആ ആത്മാവിന് ശാന്തി ലഭിക്കുന്നതിന് വേണ്ടി, മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്? മഹാവിഷ്ണുവിൻ്റെ പാദങ്ങളിൽ അർപ്പിക്കുകയാണ്. അതെ, മഹാവിഷ്ണുവിൻ്റെ പാദങ്ങളിൽ അയാൾക്ക് മോക്ഷം കിട്ടുന്നതിന് വേണ്ടി അവിടെ സാഷ്ടാംഗം അവിടെ ഭഗവാന്റെ പാദങ്ങളിലാണ് അവിടെ എന്താ ചെയ്യുക? അവിടെ പിന്നെ ഭഗവാനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാം തരുന്ന ആളാണ് ആര്? മഹാവിഷ്ണു. അപ്പം ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിക്കുകയാണ്. ഭഗവാന്റെ പാദത്തിലെത്തിച്ച് ഭഗവാന് മോക്ഷം കൊടുക്കുകയാണ് അവർക്ക്. നമ്മളെ പരേതാത്മാക്കൾക്ക് ആ ആത്മാവിന് മോക്ഷം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ മോക്ഷം കൊടുക്കുന്ന കർമ്മം നമ്മൾ എവിടെ വെച്ചിട്ടാണ് ചെയ്യുന്നത്? പിന്നെ വയനാട് ചുരത്തിൻ്റെ മുകളിൽ വെച്ചിട്ടാണ്. അല്ലെ, വയനാട് ചുരത്തിൻ്റെ മുകളിൽ നമ്മളെ ഈ പിന്നെ ഈ നമ്മൾ പറയുന്ന ഈ കുടത്തിൽ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് മൂടിയും ഇതിൻ്റെ കുടത്തിൻ്റെ വായൊക്കെ കെട്ടി നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് അതിന് ചാടിപ്പോവുക, അതൊന്നുമല്ല. അവർക്ക് മോക്ഷം കൊടുക്കുക ചെയ്യുന്നത്. ആ ആത്മാവിന് നമ്മൾ മോക്ഷം കൊടുക്കുക ചെയ്യുന്നത്. അത് നമ്മൾ മഹാവിഷ്ണുവിൽ അവൻ്റെ തൃപ്പാദങ്ങളിൽ അവരെ സമർപ്പിക്കുകയാണ്. അവർക്ക് മോക്ഷം അവിടുന്ന് പോകാൻ കൊടുക്കുകയാണ്. നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ ആവാഹനം നടത്തുന്ന സമയത്ത് ആ ആവാഹനം നടക്കുന്ന സമയത്ത് നമ്മൾ അവരെ പല ഈ തിരുമേനിമാരൊക്കെ ഇരുന്ന് ചെയ്യാൻ പല മന്ത്രങ്ങളും പല രീതിയിലുള്ള മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യും. നിങ്ങളോട് ആ സദസ്സിൽ ഇരിക്കാൻ പറയും. ആത്മാവിനോട് നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ അറിയാതോ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പൊറുക്കാൻ വേണ്ടി പറയും. അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നമ്മൾ പിന്നെ നമ്മൾ അറിയത്തക്ക രീതിയിലോ അല്ലാതെയൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊറുക്കണേ എന്ന് പറഞ്ഞ് സാഷ്ടാംഗം പറഞ്ഞ് നമ്മൾ എല്ലാ തെറ്റുകുറ്റങ്ങളും പൊറുക്കണേ എന്നൊക്കെ നമ്മൾ ആത്മാവിനോട് പറയും. നീ പിന്നെ നിവേദ്യ സമർദ്ദമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാ കർമ്മങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തിന് ആ ആത്മാവിന് എന്ത് ചെയ്യുന്നത്? മോക്ഷം കൊടുക്കുക ചെയ്യുന്നത്. മഹാവിഷ്ണുവിൻ്റെ പാദങ്കലായിട്ട് നമ്മൾ ആ ആത്മാവിന് മോക്ഷം കൊടുക്കുന്ന പ്രക്രിയ നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കഴിഞ്ഞു. പിന്നെ നിങ്ങൾ അവിടെ ചെല്ലണം എന്ന് പറയുന്നത് എന്താ? ഭഗവാനെ പോയി തൊഴണം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ആത്മാവിനെ ഭഗവാന്റെ അവിടെ മഹാവിഷ്ണു പാദങ്ങളിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളവിടെ അവർക്ക് വേണ്ടിയുള്ള ചില കർമ്മങ്ങളൊക്കെ അവിടെ ചെയ്യാൻ പറയും തിരുമേനി. ഇപ്പം നമ്മൾ തിരുനെല്ലിയൊക്കെ പോകുന്നത് കാണാം. കോഴിക്കോട് ജില്ലയിലെ വയനാട് ജില്ലയിലെ തിരുനെല്ലിയിലൊക്കെ നമ്മൾ ഈ കർമ്മങ്ങൾ ചെയ്യുന്നത് കാണാം. നമ്മൾ അവിടെ സമർപ്പിച്ചു കഴിഞ്ഞാൽ മഹാവിഷ്ണു പാദങ്കലായി. ആ മഹാവിഷ്ണു പാദങ്ങളിൽ നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ